ഹലോ നമസ്കാരം. ALG ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എൻ്റെ ഗാർഡനിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് നേരത്തെ കായ ഉണ്ടായിട്ടോ. മാർച്ച് മുതലേ പൂക്കാൻ തുടങ്ങിയതാണ്. ഞാനൊരു ഡിസംബർ ജാനുവരി മുതലേ ചെടികളുടെ മുകളിലൂടെ, അതായത് മഴ പെയ്യുന്ന രീതിയിൽ നല്ലവണ്ണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടോ. ഒരു ഫെബ്രുവരി അവസാനം മാർച്ചിലൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് പൂക്കളുണ്ടായി. പക്ഷെ ആദ്യം ഉണ്ടായ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. 3 മാത്രമേ കായായി കിട്ടിയുള്ളൂ. ഇനിയും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പൊ കഴിഞ്ഞ വർഷം കായ ഉണ്ടായപ്പോഴേ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരെണ്ണം ഇതുപോലെ ചെടിയിൽ നിർത്തി തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കണം എന്ന്. അപ്പൊ അതുപോലെ ഞാൻ ചെയ്യുവാണ് കേട്ടോ. കട്ട് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ, ജ്യൂസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ആകെ രണ്ട് കായകളെ ഉണ്ടായി കിട്ടിയുള്ളായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇതുപോലെ ചെടിയിൽ നിർത്തി തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് അങ്ങനെ ചെയ്യുവാണ്. ഇത് നല്ല റെഡ് വെറൈറ്റി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ ഇല്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒരു ചെറിയ ബൈറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ട് 2015 ലുലു മോളിൽ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കാണുന്നതും അത് വാങ്ങിക്കുന്നതും. പക്ഷെ അത് വൈറ്റ് കളറായിരുന്നു, വൈറ്റ് ഫ്ലഷ് വരുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര എന്നല്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് വളർത്തി ചെടിയാക്കിയിരുന്നു. പക്ഷെ അങ്ങനെ വിത്തിൽ നിന്ന് മുളപ്പിച്ച് കഴിഞ്ഞാൽ കായ പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. ആ വിത്തിൽ നിന്ന് മുളപ്പിച്ച ചെടി എൻ്റെ കയ്യിൽ 9 വർഷം ഉണ്ടായിരുന്നു കേട്ടോ. 9 വർഷമായിട്ടും അതിൽ കായ ഉണ്ടാകത്തോണ്ട് പിന്നെ ഞാൻ ഈ ഒരു റെഡ് വെറൈറ്റി വാങ്ങുകയാണ് ചെയ്തത്. ഇത് വാങ്ങിച്ച് 1 വർഷം കൊണ്ട് തന്നെ എനിക്ക് കായകൾ ഉണ്ടായി കിട്ടിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ഹാർവെസ്റ്റ്. പിന്നെ കുറച്ച് കുറ്റിപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ വിളവെടുക്കാനായിട്ട്. അപ്പൊ അതും കൂടി ഞാൻ വിളവെടുത്തായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ കുറ്റിപ്പയറിന്റെ ചെടികൾ. VU5 എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. ഒരുപാട് കായകൾ ഉണ്ടാവും കേട്ടോ ഇതില്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഏരിയയിൽ ഫുള്ളും കുറ്റിപ്പയറാണ് നട്ടിരിക്കുന്നത്. ഈ പയർ കൂടാതെ പീച്ചിങ്ങ, പടവലങ്ങ, പാവയ്ക്ക അങ്ങനെ കുറച്ച് ചെടികളും കൂടി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി കുറച്ച് പയർ വിളവെടുക്കാം. മൂത്ത് നിൽക്കുന്ന എല്ലാം ഞാൻ ഇന്ന് വിളവെടുക്കുകയാണ് കേട്ടോ. ഈ പച്ചക്കറി കൃഷിയൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രോപ്പ് എന്ന് പറയുന്നത് പയർ തന്നെയാണ് കേട്ടോ. അത് കുറ്റിപ്പയറായാലും പള്ളിപ്പയറായാലും നമ്മൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. നല്ല വിളവും കിട്ടും കേട്ടോ. അപ്പൊ കുറച്ച് പയർ വിളവെടുക്കുന്നത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ബാക്കി എല്ലാം വിളവെടുത്തായിരുന്നു കേട്ടോ. ഇത്രയും പയറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ്.